അല്ല, എന്നെ പോലെ ആരാണ് അവിടെ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നാലും ഞാനൊന്ന് പറയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കേട്ടു. കോൺഗ്രസ് നേതാവ് രാജു പി നായരാണ്. രാജു പി നായർ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങേരുടെ മടിയിലിരുന്ന് പേരിട്ട ആളല്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. ഈ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് സ്വന്തം പേരിട്ട പോലെയാണ് വർത്തമാനം പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിൽ പോലും, പിണറായി വിജയനോട് വ്യക്തിപരമായ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാ. ആ സാമാന്യ മര്യാദ വേണം വിമർശിക്കുമ്പോൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയവാദികളെ വിമർശിക്കുന്നതിന് രാജു പി നായരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പാണ്ഡിത്യമൊന്നും വേണ്ട. വർഗീയവാദി എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയവാദികൾ സംഘപരിവാർ തന്നെയാണ്. സംഘപരിവാറെ പോലെ തന്നെ SDPI, RSS, SDPI അടക്കം ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള സംഘടനകളും അതിനൊപ്പം നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഒരു നാണയത്തിന്റെ ഒരേ വശങ്ങൾ തന്നെയാണ്. ഇവരെല്ലാവരും ചേർന്നാണ്, സംഘപരിവാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമാണ്. വിഷയം ആച്ചമാരുടെ രാഷ്ട്രീയമല്ല. ആച്ചമാർ പറയുന്നു ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്, അവരുടെ വരുമാനത്തിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമാണെന്ന്. അതിപ്പോ ഏറെക്കുറെ ബോധ്യമായതുകൊണ്ടാണ് സമരം തീരാത്തത്. അതിനിപ്പോ ഞങ്ങൾ വിചാരിച്ച എന്ത് ചെയ്യാൻ കഴിയും? കേരളത്തിലെ ഗവൺമെന്റ് 2-3 പ്രാവശ്യം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഇതിനു മുമ്പ് ഞാൻ CIT പ്രവർത്തകനാണ്. ഞങ്ങളുടെ ആശമാരും സമരം ചെയ്തിട്ടുണ്ട്, അല്ലാത്തവരും സമരം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗവൺമെന്റ് വിളിക്കാറുണ്ട്. നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകളെല്ലാം ഒന്നും ആരും മീറ്റ് ചെയ്ത് വരാറില്ല. ചിലപ്പോൾ കുറെ കാര്യങ്ങൾ പരിഹരിക്കും, കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് പരിമിതി നമ്മളെ ബോധ്യപ്പെടുത്തും. അങ്ങനെയൊക്കെയാണ് സമരങ്ങൾ. വീണ്ടും സമരം ചെയ്യും, വീണ്ടും സെറ്റിൽമെന്റ് ഉണ്ടാക്കും, വീണ്ടും സമരം ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഇത് കേട്ടുകേൾവി ഇല്ലാത്ത വിധത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാൻ അനുവാദം കൊടുക്കാത്തതിനെ സംബന്ധിച്ചും അവർക്ക് വിമർശനമില്ല. അവർ കേരളത്തിലെ ഗവൺമെന്റിന്റെ ചോര കുടിച്ചിട്ട് അവസാനിക്കുള്ളൂ എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് രാജു പി നായരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അതിപ്പോ ആശാവർക്കർമാരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കേരളത്തിൽ ഓണറിയെ മാത്രം വർദ്ധിപ്പിച്ചാൽ മതി, വേറെ നാട്ടുകാരൊന്നും, വേറെ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും വർദ്ധിപ്പിക്കുന്ന ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്. അല്ലാതെ ആശമാരുടെ പ്രശ്നം പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം ഇത് ബോധപൂർവമായിട്ട് ഒരു കൂട്ടം ആശമാരെ ഇരുത്തിക്കൊണ്ട് ഗവൺമെന്റിനെതിരെ ഓരോ ദിവസവും ഇങ്ങനെ കൊടുങ്ങല്ലൂർ ഭരണി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതിപ്പോ അതല്ലല്ലോ പ്രശ്നം, അതല്ലല്ലോ. അനുമതി തേടിയത് അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാത്രമാണ് അനുമതി തേടിയത്. അതിന്റെ സാങ്കേതികത്വം നമുക്കറിയില്ല. ഏതായാലും ഇപ്പോ തലയ്ക്ക് തീ പിടിച്ച പോലെ എല്ലാവരും ആശമാര്, അംഗൻവാടിയിലുള്ളവരെ ഇന്ത്യൻ പാർലമെന്റ് ഒക്കെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണം. ഈ സ്കീമുകളെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഗവൺമെന്റ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അതിനെ സ്കീമായിട്ട് നിലനിർത്തി അവർക്ക് ഓണറിയം കൊടുക്കുക, ഇൻസെന്റീവ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ളത് മാത്രമാണ് പരിപാടി മാറ്റിയിട്ട് അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് അവർക്ക് വേജ് ഗ്രേഡ് ഫിക്സ് ചെയ്ത്, മിനിമം വേജ് ഫിക്സ് ചെയ്ത് തീരുമാനം ഉണ്ടാക്കട്ടെ. അങ്ങനെ തീരുമാനം കേന്ദ്രം കൊണ്ടുവന്നാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആയി വേറെ ഒരു മാർഗവുമില്ല. അത് ചെയ്തു കൊടുക്കേണ്ടി വരും. 21,000 രൂപ വേണമെന്ന് പറയുന്നത് ഞങ്ങൾക്കാർക്കും തർക്കമില്ല. 21,000 ഇവരുടെ ആരെയും പ്രൊഡക്റ്റ് അല്ല. 21,000 എന്നുള്ളത് ട്രേഡ് യൂണിയനുകൾ എത്ര കാലമായി കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്ന കാര്യമാണ്. 26,000 ഇപ്പൊ പറയുന്നുണ്ട്. ഓരോ പേ കമ്മീഷൻ മാറുന്നതനുസരിച്ച് ശമ്പളം തൊഴിലാളികളുടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ പറയുന്നതാ. അവിടെ ആശമാരെ തൊഴിലാളികളായിട്ട് പോലും പരിഗണിക്കുന്നില്ല. ആശമാരെ പരിഗണിക്കുന്നില്ല, അംഗൻവാടിക്കാരെ പരിഗണിക്കുന്നില്ല, മിഡ് ഡേ മീലുകാരെ പരിഗണിക്കുന്നില്ല, അവരെ ആരെയും പരിഗണിക്കുന്നില്ല. അവരൊക്കെ കമ്മീഷൻ ഏജന്റുമാര്, ആക്ടിവിസ്റ്റുകള്, അങ്ങനെയുള്ള രീതിയിലാണ് പറയുന്നത്. ആ ടേം തന്നെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ സ്കീമിൽ ആ ടേം തന്നെ കേന്ദ്ര ഗവൺമെന്റ് മാറ്റാൻ തയ്യാറാവട്ടെ. അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതിനു പകരം പിണറായി വിജയൻ, അതുപോലെ തന്നെ വീണ ജോർജ് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു ട്രേഡ് യൂണിയൻ സമര രംഗത്തും ഇല്ലാത്ത വിധത്തിലേക്ക് ബോധപൂർവമായി ആ തൊഴിലാളികളെ എങ്ങനെയൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാമോ ആ നിലയിൽ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവരെല്ലാം അവരുടെ രാഷ്ട്രീയ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്, അല്ലാതെ ആശമാരോടുള്ള സ്നേഹമൊന്നുമല്ല. സ്നേഹം ഉണ്ടെങ്കിൽ സമരമൊന്നും ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.